ഹായ് സാർ, വണക്കം. ആ ലോക്കി, എപ്പടി இருக்கு? തന്നെ ഇപ്പൊ കാണാനില്ലല്ലോടോ. താനങ്ങ് വലിയ തിരക്ക് പിടിച്ച ഡയറക്ടറായി പോയല്ലോ. തന്നെ മറ്റേ ICU ഓപ്പറേഷൻ തിയേറ്ററോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ, എന്തായി? LCU സാർ. അതിങ്ങനെ നല്ലതായിട്ട് പോകുന്നു. പിന്നെ പടം കഴിഞ്ഞിട്ട് കാണുന്നവർക്കൊരു ക്ലാസ് എടുത്ത് കൊടുക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓഹോ, IC. പിന്നെ എന്തായിരുന്നു കാണാന്ന് പറഞ്ഞേ? സാർ എൻ്റെ ഒരു പുതിയൊരു കഥയുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് പടം, തലൈവർ നായകൻ. LCU. ഇത് LCU ഒന്നുമില്ല, ഇത് വേറെ യൂണിവേഴ്സ്. ഓ, പറ കേക്കട്ടെ. ഓക്കെ സാർ. അപ്പോൾ ഇതിൻ്റെ നായകൻ ഒരു 10-30 വർഷം മുമ്പ് കൂലിയായിരുന്നു. അപ്പോൾ പുള്ളി അവിടുത്തെ യൂണിയൻ ലീഡറൊക്കെ ആയിരുന്നു. പുള്ളി ഭയങ്കര സംഭവമായിരുന്നു. ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ പുള്ളി ഒന്നും നോക്കത്തില്ല, വാരി പറക്കിയും അടിക്കും. അങ്ങനെ കുറേ പേരെയൊക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്. പുള്ളിക്കൊരു ഫ്രണ്ടുണ്ട്, രാജശേഖർ. ആള് സയൻറ്റിസ്റ്റൊക്കെയാണ്. പിന്നെ ആളുടെ പെങ്ങളെയാണ് നമ്മുടെ നായകൻ ദേവ കല്യാണം കഴിച്ചത്. ഓ, ദേവ, ദളപതി റെഫറൻസ്. അതെ സാർ. അപ്പോൾ ഈ കൊല്ലും കൊലയും കാരണം ഈ 30 വർഷമായിട്ട് പുള്ളിക്കാരൻ ഓഫ്ലൈനായിട്ട് ഒരു ഹോസ്റ്റൽ സെറ്റപ്പൊക്കെ ഇങ്ങനെ നടത്തി വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഫ്രണ്ട് മരിച്ചെന്നുള്ള വാർത്ത കേൾക്കും. അങ്ങനെ ഇത് അറിഞ്ഞിട്ട് കാണാൻ പോകുന്ന നമ്മുടെ ദേവയെ ഫ്രണ്ടിന്റെ മൂത്ത മോള് ആട്ടി പുറത്താക്കും. உங்களை யார் இங்க வர சொன்னது? എന്തിന്? അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഈ ഫ്രണ്ട് മരിച്ചതല്ല, ആരോ കൊന്നതാണെന്ന്. അങ്ങനെ അത് അന്വേഷിച്ച് വരുമ്പോൾ ഈ ഫ്രണ്ട് ഒരു ചെയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ചെയറിനകത്ത് കൊണ്ട് ഡെഡ് ബോഡി എങ്ങനെ വെച്ചാൽ നമുക്ക് മിനിറ്റിനുള്ളിൽ കരിച്ച് കളയാം. അങ്ങനെ ഈ സാധനം ചോദിച്ചുകൊണ്ട് ഒരു അണ്ടർവേൾഡ് ഡോൺ ഈ ഫ്രണ്ടിനെ കാണാൻ വരും. അപ്പോൾ ഫ്രണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ ഈ അണ്ടർവേൾഡ് ഡോണ് പുള്ളിയുടെ മക്കളെ വെച്ച് ഭീഷണിപ്പെടുത്തി പുള്ളിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ ഈ ഡോണിന്റെ ആൾക്കാർ ആമസോൺ ഡെലിവറി പോലെ ഓരോ ബോഡി പാക്ക് ചെയ്ത് പുള്ളിക്ക് അയച്ചു കൊടുക്കും. പുള്ളി കരിക്കും. ഇത് തന്നെ റിപ്പീറ്റ്. ഇതിനും വേണ്ടി ബോഡി ഇവിടെ നിന്ന് കിട്ടുന്നു? അതുകൊണ്ട് സാർ, ഈ ഡോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇല്ലീഗൽ ഹാർട്ട് ട്രാഫിക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഹാർട്ട് എടുത്തിട്ട് മിച്ചം വരുന്ന ബോഡിയാണ് പുള്ളിക്കാരൻ ഈ ഫ്രണ്ടിന് കരിക്കാൻ കൊണ്ട് കൊടുക്കുന്നത്. എന്നാ പിന്നെ കരള് കിഡ്നി അങ്ങനെ കുറെ സാധനം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തുകൂടായിരുന്നോ? ഇല്ല സാർ, പുള്ളിക്ക് എത്തിക്സ് വിട്ടൊരു കളിയില്ല. എന്താണ് സാർ ഒരു ചിരി? അല്ല, പുള്ളിയുടെ വീട്ടിലെ കറണ്ട് ബില്ലിന്റെ കാര്യം ആലോചിക്കുക. പുള്ളിക്ക് ഈ കിട്ടുന്ന പൈസ കറണ്ട് ബില്ല് അടയ്ക്കാനല്ലേ തികയത്തുള്ളൂ. അതുവിടെ ഇതൊന്നും പോലീസ് അന്വേഷിക്കത്തില്ലേ? ഈ പോലീസിന് പണ്ട് ഡൗട്ട് ഉള്ളതുകൊണ്ട് 2-3 ടീമിനെ അണ്ടർ കവർ ആയിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. യെസ്, LCU കൺഫേംഡ്. LC ഒന്നുമല്ല സാർ, LC ഒന്നുമല്ല സാർ, ഇത് സാധാ അണ്ടർ കവർ പോലീസ്. അങ്ങനെ ഈ അയച്ച അണ്ടർ കവർ പോലീസിലെ ഒരു പോലീസുകാരനെ ഈ ഡോഡിന്റെ ശിങ്കടി കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ വെച്ച് തൂക്കിക്കൊല്ലും. എന്താ ചിരി? എന്നാ പിന്നെ കോമ്പറ്റീഷൻ ആവാം. ഇനി ഒരുത്തം കൂടി ഇവിടെ അണ്ടർ കവർ ഉണ്ടെന്ന് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അങ്ങനെ അവനെ കണ്ടുപിടിക്കുന്നവർക്ക് 2 കോടി രൂപ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ച് ഈ ശിങ്കടി ഒരു ബോർഡൊക്കെ തൂക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഡോണിന് മനസ്സിലാവും ഈ ശിങ്കടിയായിരുന്നു അണ്ടർ കവർ പോലീസ് എന്ന്. ആമ സാർ, അണ്ടർ കവർ. എടോ, താനീ അണ്ടർ കവർ പരിപാടിയല്ലേ കഴിഞ്ഞ 2 പടങ്ങളിലും ചെയ്തേ? ഏയ്, അത് ഹീറോ അണ്ടർ കവർ, ഇത് വില്ലൻ അണ്ടർ കവർ. സത്യം പറ, തലൈവർ ഏജന്റ് എക്സ് അല്ലേ? പുള്ളി ഒറിജിനൽ കൂലി തന്നെ. ഓ, ആശ്വാസം. എന്നാലും ആ ശിങ്കടിയുടെ കോൺഫിഡൻസ് സമ്മതിക്കണം. സ്വന്തം തലക്കേക്ക് 2 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ശിങ്കടിയുടെ ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. പക്ഷെ പാളിപ്പോയി. എന്നിട്ട് നമ്മുടെ ഡോൺ ഒരു ചുറ്റയും കൊണ്ട് വന്ന് ഇവന്റെ തല അടിച്ച് പൊടിച്ചങ്ങ് കൊല്ലും. എന്നിട്ട് ആ 2 കോടി രൂപ ഉണ്ടല്ലോ, അത് ആ ബോർഡ് അഴിച്ചു മാറ്റുന്നവനും കൊടുക്കും. ഒരു ബോർഡ് മാറ്റാൻ 2 കോടി രൂപയോ? പുള്ളിക്കാവുന്ന വിഷയമുള്ള കാര്യമല്ല 2 കോടി രൂപയ്ക്ക് എന്ത്. എന്നിട്ട് ഈ മരിച്ച ശിങ്കടി ഉണ്ടല്ലോ, അവന്റെ ബോഡി അവിടെ മിലിറ്ററി സെമിത്തേരിയിൽ കൊണ്ട് കുഴിച്ചു മൂടാൻ നമ്മുടെ ദേവയെ ഏൽപ്പിക്കും. അല്ല, പുള്ളി എന്തിനാ ഏൽപ്പിക്കുന്നത്? പുള്ളിയാണല്ലോ ഇപ്പൊ ഇവർക്ക് വേണ്ടി ബോഡി കരിച്ചു കൊടുക്കുന്നത്. അല്ല, ഈ പുള്ളി എന്തിനാ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്? മറ്റേ ഫ്രണ്ട് മരിച്ചതിന് ശേഷം ഈ ബോഡി കരിക്കാനുള്ള എല്ലാം ഇപ്പൊ ഏൽപ്പിക്കുന്നത് മോൾക്ക. അപ്പോൾ മോളും ദേവയും കൂടെ ഇപ്പോൾ ഈ പരിപാടി വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കാശും കിട്ടുന്നുണ്ട്. ഈ പുള്ളി കൊണ്ട് യൂണിയൻ ലീഡർ എന്നൊക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ തൊഴിലാളികളെ ഇങ്ങനെ കൊന്നു കൊള്ളുന്ന കണ്ടിട്ട് വിഷമമൊന്നും തോന്നുന്നില്ല? അത് ആ യൂണിയൻ വേറെ, പിന്നെ ഈ യൂണിയൻ വേറെ. പിന്നെ ഇപ്പൊ പ്രായമൊക്കെ ആയല്ലോ, പണ്ടായിരുന്നെങ്കിൽ ഒരേ നോക്കായിരുന്നു. എന്നിട്ട് അങ്ങനെ നമ്മുടെ ദേവ ഈ ശിങ്കടിയെ കുഴിച്ചിടും. പക്ഷെ യവനാണെങ്കിൽ ഈ കുഴിന്ന് ചാടി എണിക്കും. നേരത്തെ ആ തല ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതച്ചവൻ. അപ്പൊ ഞാൻ പൊട്ടനാ? അത് പുള്ളിയുടെ തലയിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ, തയ്ച്ചാൽ ശരിയാവും. എടോ, ഈ ഡോണൊക്കെ അത്ര ടെററായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 8 വർഷം കൂടെ നിന്ന് പഠിച്ചവനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ.
ഞാനെങ്ങാണോ ആയിരിക്കണം കണ്ടം തുണ്ണമ്മ വെട്ടി. സാർ നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറി പോകുന്നു. ഓ സോറി, യു പ്ലീസ് കണ്ടിന്യൂ. ആ ഇതിനിടയ്ക്ക് നമ്മുടെ ഡോണ് ദേവയെ കാണുമ്പോൾ എവിടെയോ കണ്ടതുപോലെ ഓർക്കും, പക്ഷെ ഓർമ്മ കിട്ടത്തില്ല. കാരണം 10-30 വർഷം മുമ്പ് ഈ ഡോണിന്റെ അച്ഛനെ കൊന്നത് നമ്മുടെ ദേവയായിരുന്നു. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? തിരുമേനി മറന്നു. ഞാൻ പണ്ട് തിരുമേനിയുടെ തന്തേ ദേവാ. ഇയാളിത് എന്തോന്ന് ഡോണ്, 8 വർഷം കൂടെ നിന്ന് പറ്റിച്ചാനെ ചുമ്മാ ഒരു തലക്കരടി അടിച്ചിട്ട് ഒഴിവാക്കി വിടുന്നു. ദേ ഇപ്പോൾ 30 വർഷം മുമ്പ് സ്വന്തം അച്ഛനെ പട്ടിയെ പോലെ കൊന്നവനെ മറന്നു പോയേക്കുന്നു. സാർ ബീയിങ് അണ്ടർവേൾഡ് ഡോൺ ഈസ് നോട്ട് ആൻ ഈസി ജോബ് സാർ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിൻഡിക്കേറ്റ് ഒക്കെ നോക്കണം. വലിയ പാടാണ് സാർ. അങ്ങനെ നമ്മുടെ ദേവ ഈ ശിങ്കിടിയെ രക്ഷപ്പെടുത്തി ട്രെയിനിൽ കയറ്റി വിടും. അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചും കൂടെ കൂടെ പോകും. ഈ സമയം ഡോൺ അവിടെ ഹെവി പാർട്ടിങ് ആയിരുന്നു, ഇവനെ കൊന്നതിൻ്റെ സന്തോഷത്തിൽ. അങ്ങനെ ദേവ ഇവനെ കൊന്നു എന്ന് കള്ളം പറയുമ്പോൾ നമ്മുടെ ഡോൺ ഇത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കും. അയാളെ വീണ്ടും പറഞ്ഞു പറ്റിക്കുന്നു. പുള്ളിയെ പറ്റിക്കാൻ ഈസിയാണ്. മറ്റേ ശിങ്കിടി തന്നെ ഒരു 8 വർഷം കൂടെ ഒന്ന് പറ്റിച്ചില്ലേ. സോ സിമ്പിൾ. പാവം. അത്ര പാവമൊന്നുമല്ല സാർ. പുള്ളിക്ക് ഈ ഓർമ്മക്കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബുദ്ധിയുടെ കാര്യത്തിൽ വേറെ ലെവലാണ്. ഈ ദേവ മറ്റേ രാജശേഖരൻ്റെ ഫ്രണ്ടാണെന്ന് പുള്ളിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നിട്ട് രാജശേഖരനെ കൊന്നതിൻ്റെ ഫൂട്ടേജ് നമ്മുടെ ദേവയെ കാണിക്കും. നോക്കുമ്പോൾ ആരാ? ആ ശിങ്കിടി. ചേടാ, ഇവനല്ലേ നേരത്തെ ആ കൊച്ചിൻ്റെ കൂടെ ട്രെയിനിൽ കയറ്റി വിട്ടത്? അതെ സാർ. അല്ല, ഈ ഡോണിന് ഇതൊക്കെ അറിയായിരുന്നല്ലോ. എന്നിട്ട് സ്വന്തം അച്ഛനെ കൊന്ന ഇങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നോ? ബാക്കി പറ. അങ്ങനെ ആ ശിങ്കിടി ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനെ തട്ടി ആ പെണ്ണിനെ കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. ചേട്ടാ, ഇവനൊരു തലവേദന പോലും ഇല്ലേ? പിന്നെ ട്രെയിനൊക്കെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ എന്തത്? തലവേദനയൊക്കെ പുള്ളി വിക്സി പുരട്ടി അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ബാക്കി കാര്യമൊന്നും ഇവിടെ പ്രസക്തിയില്ല. പുള്ളി രക്ഷപ്പെട്ടു. അല്ല, ഇതറിയുമ്പോൾ ദേവ എന്ത് ചെയ്യും? പുള്ളി ഇതറിഞ്ഞ് വെള്ളം അടിച്ച് ചില്ലിക്കും അവിടെ ഇന്റർവെല്ല്. എന്നിട്ട് അങ്ങനെ ദേവ ഈ ശിങ്കിടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. എന്നിട്ട് പുള്ളിക്കാരനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകളെ അങ്ങ് സെറ്റാക്കും. ഈ പോലീസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞാൽ പുള്ളി കൂലിയല്ലേ? അതിനൊക്കെയുള്ള ആൾക്കാരുണ്ട് സാർ. ആ ഡോണിനോട് കണ്ടുപിടിക്കാൻ പറ. അണ്ടർവേൾഡ് ഡോൺ ആവൂലും. ഈ ഡോണിന്റെ മോനും ഏകദേശം ഇതേ സ്വഭാവം തന്നെ. ആരെന്ത് പറഞ്ഞാലും കണ്ണുടച്ച് വിശ്വസിക്കും. ராஜசேகரோட இன்சூரன்ஸ் ரிப்போர்ட் பார்க்க சார். அது ஓகே சார். ഈ പയ്യന് അവിടെ ജോലി ചെയ്യുന്നൊരു പെങ്കൊച്ചായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഈ കാര്യം തന്തയോട് പറയാൻ പുള്ളിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഈ കാര്യം തന്തയോട് പറയാൻ വേണ്ടി നമ്മുടെ ദേവയെ സെറ്റാക്കും. പക്ഷേ ദേവ ഇക്കാര്യം മുൻകൂട്ടി കണ്ടിട്ട് ഈ പയ്യനെ ആ കൊച്ചിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് ഒളിച്ചോടിക്കോളാൻ പറയും. പക്ഷേ അപ്പോൾ ട്വിസ്റ്റ്, ഈ പെങ്കൊച്ച് മറ്റൊരു അണ്ടർ കവർ പോലീസുകാരിയായിരുന്നു, മറ്റേ ശിങ്കിടിയുടെ ഭാര്യ. ഏജന്റ് ടീന LCU കൺഫേംഡ്. ഏജന്റ് ഒന്നും അല്ല സാർ, ഇത് വെറും അണ്ടർ കവർ. ഇത് ആ ഡോണിനെ പറ്റിച്ച് കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി കയറി കൂടിയതാണ്. അങ്ങനെ ഡോണിനെ പറ്റിച്ച് ഒരു 10-200 കോടി രൂപ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഈ ശിങ്കിടി തട്ടിക്കൊണ്ടുപോയ ഫ്രണ്ടിൻ്റെ മോളെ വെച്ച് ഭീഷണിപ്പെടുത്തി നമ്മുടെ ദേവയെ കൊണ്ട് ഈ ഡോണിൻ്റെ കുറച്ച് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുപ്പിക്കും. പക്ഷേ ദേവ ആരാ മുതൽ ഈ ശിങ്കിടിയുടെ ഭാര്യയെ വെച്ച് തിരിച്ചങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ആ പെണ്ണിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. എന്നിട്ട് ഈ ശിങ്കിടി പറ്റിച്ചുണ്ടാക്കിയ കാശൊക്കെ മോഷ്ടിക്കും. എന്നിട്ട് ഫ്രണ്ടിൻ്റെ മറ്റേ 2 മക്കളെ ഈ ദേവയുടെ ഹോസ്റ്റലിൽ താമസിപ്പിക്കും. ഫ്രണ്ടിന് 3 മക്കളുണ്ടോ? ആക്ച്വലി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ മൂത്ത മോള് ദേവയുടെ മോളാണ്. പക്ഷെ പുള്ളിക്ക് ഇത് അറിയത്തില്ല. ഇതെന്തോന്നത് കുങ്കുമപ്പൂ സീരിയല്? പുള്ളിക്ക് മോളുള്ള കാര്യം അങ്ങ് മറന്നുപോയോ? അത് ഈ 30 കൊല്ലം മുമ്പ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി വെട്ടാനും കുത്താനും നടന്നപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഈ ഫാമിലി ഇട്ടിട്ട് അങ്ങ് പോയതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ മരിച്ചു. അല്ല, എന്നാലും ഈ ഫ്രണ്ടിന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? പുള്ളിക്കാരന് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡയറക്റ്റ് പറയാനുള്ള മടി കാരണം ഒരു ക്ലൂ കൊടുക്കും. ക്ലൂ? അതെ, ഈ ദേവയ്ക്ക് ആ ഹോസ്റ്റലിൽ ഒരു പേഴ്സണൽ ലാൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഈ ലാൻഡ് ലൈനിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഇയാളുടെ കൂലി നമ്പർ പറയുവാണെങ്കിൽ അയാളാണ് ദേവയുടെ സന്തതി. ഫ്രണ്ട് ഇക്കാര്യം മോളോടും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഈ കോഡ് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ 30 വർഷം മുമ്പ് പുള്ളി ഈ വെട്ടും കുത്തും കാരണം ഫാമിലി എല്ലാം ഉപേക്ഷിച്ച് പോയെന്ന് പറയുന്നത്. ആ കൊച്ചിനാണെങ്കിൽ ഇപ്പോൾ 29 വയസ്സ്. അപ്പോൾ ഇയാൾ പോകുന്നിടത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. അതെ സാർ. ഇതിനിടയ്ക്ക് കൊച്ചിൻ്റെ അമ്മ മരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വന്തം ഭാര്യയുടെ ബോഡി പോലും കാണാൻ വരാത്ത ഒരാൾ ഇപ്പോൾ അളിയനായ ഫ്രണ്ട് മരിച്ചു കിടന്നപ്പോൾ കാണാൻ വന്നിരിക്കുന്നു. അതെ സാർ. അതും പോരാഞ്ഞ് ഈ മോളുള്ള കാര്യം ഡയറക്റ്റായിട്ട് പറയാതെ ക്ലൂ കൊടുക്കുന്ന ഒരു അളിയൻ ഫ്രണ്ട്. അതെ സാർ. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സാർ. എന്താ ചോദിച്ചേ? ഒന്നുമില്ല, താൻ പറ, ബാക്കി പറ. ഇത് കഴിഞ്ഞ് ആ അണ്ടർ കവർ പോലീസുകാർ ഒന്ന് കരഞ്ഞു കാണിക്കുമ്പോൾ ഡോണിന്റെ പയ്യൻ വന്ന് ഇവളെ അങ്ങ് അഴിച്ചു വിടും. ഈ പെണ്ണാണെങ്കിൽ എല്ലാവരെയും അടിച്ച് നൂത്തിട്ട് പയ്യനെ അടിച്ച് ബോധം കെടുത്തിയിട്ട് എസ്കേപ്പ് ആവും. ഈ എവൻ ഡോണിന്റെ ചോര തന്നെ. അപ്പോൾ ഈ ഡോൺ നോക്കുമ്പോൾ ദേവ അവരുടെ ആളുകളെ മൊത്തം അടിച്ചിട്ട് പയ്യനെ കടത്തിക്കൊണ്ടുപോയേക്കുന്നു. ഇതേ സമയം ശിങ്കിടി കഴുത്തി ബെൽറ്റൊക്കെ ഇട്ടിട്ട് മറ്റേ ദേവയുടെ മോളെ തെരഞ്ഞ് നടപ്പാണ്. അങ്ങനെ കുറേ പോകുമ്പോൾ ഈ പെണ്ണ് അവിടെ നിന്ന് ദോഷം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ശിങ്കിടി കാണും. ഈ മോളുടെ കൂടെ ദേവയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശിങ്കിടി ഇവന്മാരെല്ലാം കൂടെ ഓടിച്ച് ഒരു ട്രെയിനിൽ കയറ്റും. ആൾക്കാരൊക്കെ തടയാനൊക്കെ നോക്കും. പക്ഷേ അതൊന്നും വക വെക്കാതെ ഇവൻ എല്ലാവരും അടിച്ചു മാറ്റി അവളെ പിടിക്കാൻ പോകും.
ഇതിനിടയിലാണ് മോൾക്ക് മറ്റേ ലാൻഡ് ലൈൻ നമ്പറിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അപ്പൊ തന്നെ പുള്ളിക്കാരി നമ്പറിൽ വിളിക്കും. അങ്ങനെ ദേവയ്ക്ക് മനസ്സിലാവും ഇവളാണ് ദേവയുടെ മോളെന്ന്. അപ്പോൾ ഈ ശിങ്കിടി ഇവളെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ദേവയുടെ ഫ്രണ്ട് ഇവനെയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നെടുത്ത് വെളിയിലോട്ട് ചാടും. ഓ പുള്ളി അങ്ങനെ മരിക്കുമല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനൊക്കെ എന്താ സാർ, പുള്ളി പുഷ്പം പോലെ ചാടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഡോണിനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഈ ഡോണിന്റെ പയ്യനെ അങ്ങ് കൊല്ലും. ഈ പയ്യൻ അങ്ങനെ രജിസ്ട്രേഷന് വന്നു? അത് ഈ ശിങ്കിടിയുടെ ഭാര്യ കൊണ്ടുവരും. പുള്ളിക്കാരി ഇപ്പോഴും ആ ട്രെയിനിൽ തന്നെ ഉണ്ട്. ഈ സമയം ഹോസ്റ്റലിൽ പൊരിഞ്ഞടി നടക്കുക. ഡോണിന്റെ ഗ്യാങ് വേഴ്സസ് കൂലി ഗ്യാങ്. എടോ പുള്ളിക്ക് ഒന്നാമത്തെ പ്രായമായി, ഈ റിസ്ക് എടുത്ത് ഫൈറ്റ് ഒക്കെ ജയിപ്പിക്കണം. അതൊന്നും ഓർത്ത് കവലപ്പെട വേണ്ട സാർ. ശങ്കർ സാർ ഇന്ത്യൻ 2 ഇറക്കിയ സാധനം നമ്മൾ അങ്ങോട്ടങ്ങ് പണ്ണു. ഏയ് എന്നടാ പണ്ട പോറേ. അങ്ങനെ നമ്മുടെ ഡോൺ ഈ ശിങ്കിടിയുടെ ഭാര്യയും ദേവയുടെ മോളെയും കടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് ശിങ്കിടിയെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവന്റെ ഭാര്യ അങ്ങ് കൊല്ലും. കൊല്ലുവോ അതോ ഇനി അവളും തിരിച്ചു വരുമോ? ഇല്ല, ഒരുത്തിനെ കൊന്നപ്പം തന്നെ പുള്ളി പഠിച്ചു. നല്ല കാര്യം. അങ്ങനെ ദേവ ഡോണിനെ കാണാൻ വരുന്നു. ഡോണിന്റെ അച്ഛനെ പണ്ട് കൊന്ന കാര്യമൊക്കെ പറയുന്നു. എന്നിട്ട് ഡോണിനെ കൊല്ലുന്നു. പടം കഴിയുന്നു. ഇതെന്തോന്നേ, പേട്ട, കുങ്കുമപ്പൂവ്, ജയിലർ, വിക്രം ഇതെല്ലാം കൂടെ അരച്ച് കലക്കി ഒരു അവിയൽ പരിവാക്കി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതൊന്നും പിടിക്കാൻ. സാർ ധൈര്യമായിട്ടിരിക്കണം സാർ. ഞാനിതൊരു പാൻ ഇന്ത്യൻ സംഭവമായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു LCU വെർഷൻ 2. റോളക്സ് ഒക്കെ ഉണ്ടോ? റോളക്സ് ഇല്ല, പക്ഷെ റോളക്സിനെ പോലൊരു ഐറ്റം ഉണ്ട്. അച്ഛനെ എനിക്കൊരു സിഗരറ്റ് തരുമോ? സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്ന ബീഡി മതി. മതി, അത് മതി. റോളക്സ് ഉണ്ടെങ്കിൽ ഞാനേറ്റ്. പിന്നെ നമുക്ക് ആ കരിക്കുന്ന ചെയറൊക്കെ കാണിച്ചിട്ടൊന്ന് ഹൈപ്പ് കൂട്ടാം. അതാകുമ്പോൾ ടൈം ട്രാവൽ ഉണ്ടെന്നൊക്കെ ആൾക്കാർ വിചാരിച്ചോളൂ. അപ്പോൾ സാർ കുറച്ച് ക്യാഷൊക്കെ അധികം സെറ്റാക്കി വെച്ചോ. എനിക്ക് നോർത്ത് മുതൽ സൗത്ത് വരെ ഫുള്ള് വിളിക്കാറുണ്ട്. സാർ പോയി സൗബിനെയും ഉപേന്ദ്രയൊക്കെ സെറ്റാക്കിക്കോ. ഞാൻ പോയി അമീർ ഖാനെ വിളിച്ചിട്ട് വരാം. അമീർ ഖാൻ്റെ നമ്പർ ഏതാണെന്ന് തോന്നുന്നു. എന്നടാ പണ്ട പോറേ. ആരാ 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 ആരാ